ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചരിത്ര നിർമ്മിതി നടത്തുകയൊക്കെ ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിയുമോ? കഴിയും. നമ്മൾ ഒരുപാട് കാലം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് BJP വിരുദ്ധതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കുന്നുണ്ട്, ചരിത്രത്തെ സൃഷ്ടിക്കാറുമുണ്ട്. ഇപ്പോൾ ഒരു കുമ്പസാരം വന്നിരിക്കുക. ദിലീപ് മണ്ഡൽ, ഇന്ത്യയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ചെറു നിസാരക്കാരനല്ല, ഇന്ത്യ ടുഡേ, ദ പ്രിൻ്റ് തുടങ്ങിയവയുടെ പത്രാധിപരായിരുന്നു. അദ്ദേഹം കുമ്പസാരം നടത്തിയിരിക്കുന്നു. എക്സിലാണ്. എക്സിലെ കുമ്പസാരം, ഞാൻ ആദ്യത്തെ വാചകങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കാം. കൺഫെഷൻ, തലക്കെട്ട് അങ്ങനെയാണ്. അത് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഐ ഹാഡ് ക്രിയേറ്റഡ് എ മിത്ത് ഓർ ഫാബ്രിക്കേറ്റഡ് ക്യാരക്ടർ ആൻഡ് നെയ്മഡ് ഹെർ ഫാത്തിമ ഷെയ്ഖ്. ഞാൻ ഒരു മിത്ത് അല്ലെങ്കിൽ വ്യാജ കഥാപാത്രത്തെ ഉണ്ടാക്കി, എന്നിട്ട് അതിന് പേരിട്ടു ഫാത്തിമ ഷെയ്ഖ്. പ്ലീസ് ഫോർഗീവ് മീ, ദയവായി എന്നോട് ക്ഷമിക്കൂ. ദ ട്രൂത്ത് ഈസ് ദാറ്റ് ഫാത്തിമ ഷെയ്ഖ് നെവർ എക്സിസ്റ്റഡ്. ഫാത്തിമ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഷീ ഈസ് നോട്ട് എ ഹിസ്റ്റോറിക്കൽ ഫിഗർ. അവർ ഒരു ചരിത്ര കഥാപാത്രമായിരുന്നില്ല. നോട്ട് എ റിയൽ പേഴ്സൺ. അങ്ങനെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അതെൻ്റെ തെറ്റാണ്. ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഫേസ്, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഐ ക്രിയേറ്റഡ് ദിസ് നെയിം ഔട്ട് ഓഫ് നത്തിങ്. ഞാൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരിടത്തുമില്ലാത്ത ഈ പേര് ഉണ്ടാക്കി. എസെൻഷ്യലി ഫ്രം തിൻ എയർ, ശൂന്യതയിൽ നിന്നുണ്ടാക്കി. ഐ ഡിഡ് ദാറ്റ് നോവിംഗ്ലി. ഞാൻ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. യു വിൽ നോട്ട് ഫൈൻഡ് എ സിംഗിൾ എൻട്രി ഇൻ എ ഗൂഗിൾ സെർച്ച് ഏർലിയർ. നോ ആർട്ടിക്കിൾ, നോ ബുക്ക്, നോ മെൻഷൻ, നത്തിങ്. ഇൻട്രസ്റ്റ് ഇൻ ഹെർ വാനിഷ്ഡ് ഇൻ 2022 when I abandoned the story of ഫാത്തിമ ഷെയ്ഖ്. 2022 ഞാൻ തന്നെ ഫാത്തിമ ഷെയ്ഖിനെ ഉപേക്ഷിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഒരിടത്തും ഒന്നും കാണാൻ കഴിയില്ല. അതിനു മുമ്പും ഉണ്ടായിരുന്നില്ല. ഫാത്തിമ ഷെയ്ഖ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പേരുണ്ടായിരുന്നില്ല, ആൾ ജീവിച്ചിരുന്നില്ല, ഗൂഗിളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഷീ കെയിം ഇൻ സോഷ്യൽ മീഡിയ നറേറ്റീവ് ആൻഡ് ജസ്റ്റ് വാനിഷ്ഡ്. അവൾ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഫാത്തിമ ഷെയ്ഖ് ഉണ്ടായിരുന്നു. ഫാത്തിമ ഷെയ്ഖ് പിന്നീട് പോയി. ഡു നോട്ട് ആസ്ക് വൈ ഐ ഡിഡ് ഇറ്റ്. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് എന്നോട് ചോദിക്കരുത്. ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് സർക്കംസ്റ്റാൻസസ്. അത് കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ആവശ്യമായിരുന്നു. എ ഫിഗർ നീഡഡ് ടു ബി കൺസ്ട്രക്റ്റഡ് ഫോർ എ പർപ്പസ് ആൻഡ് സോ ഐ ക്രാഫ്റ്റഡ് ഇറ്റ്. ഒരു വ്യക്തിയെ, ഒരു ഫിഗറിനെ ഉണ്ടാക്കണമായിരുന്നു ഒരാവശ്യത്തിന് വേണ്ടി. സോ ഐ ക്രാഫ്റ്റഡ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. തൗസൻഡ് ഓഫ് പീപ്പിൾ ക്യാൻ അറ്റസ്റ്റ് ടു ദിസ്. മോസ്റ്റ് ഓഫ് ദം ഹേർഡ് ദിസ് നെയിം ഫ്രം മീ ഫോർ ദ ഫസ്റ്റ് ടൈം. ആയിരക്കണക്കിന് ആളുകൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും, ആദ്യമായിട്ടാണ് ഫാത്തിമ ഷെയ്ഖ് എന്നുള്ള പേര് എൻ്റെ പോസ്റ്റിൽ നിന്നാണ് ആളുകൾ അറിയുന്നത്. ഐ നോ ദ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് നറേറ്റീവ്സ് ഓഫ് ബിൽഡിംഗ് ഇമേജസ്. എനിക്ക് നറേറ്റീവ്സ് ഉണ്ടാക്കാൻ എനിക്കറിയാം. ആ കല എനിക്ക് നന്നായിട്ടറിയാം. ബിൽഡിംഗ് ഇമേജ്, ചിത്രങ്ങൾ ഉണ്ടാക്കാൻ, ഇമേജസ്, പ്രതിബിംബങ്ങൾ ഉണ്ടാക്കാനും ഉള്ള കല എനിക്കറിയാം. ബിക്കോസ് ഐ ആം എ ജേർണലിസ്റ്റ്. എനിക്ക് 2 വലിയ മാധ്യമങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഐ ഹാവ് മാസ്റ്റേഡ് ദിസ് ക്രാഫ്റ്റ്. ഞാൻ ഈ കലയിൽ, വ്യാജബിംബങ്ങളും വ്യാജ നറേറ്റീവ്സും ഉണ്ടാക്കാനുള്ള കലയിൽ ഞാൻ അഗ്രഗണ്യനാണ്, ഞാൻ മാസ്റ്ററാണ്. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ മീ. അതുകൊണ്ട് ഫാത്തിമ ഷെയ്ഖ് എന്നുള്ള കഥാപാത്രത്തെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ദ ഫിക്ഷണൽ സ്കെച്ച് വാസ് ക്രിയേറ്റഡ് ബിക്കോസ് ദെയർ വാസ് നോ ഓൾഡ് ഫോട്ടോഗ്രാഫ്സ്. എനിക്കിത് ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു, കാരണം അങ്ങനെ ഒരാളുടെ ഒരു ഫോട്ടോ പോലും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടാക്കി. ഐ സ്പൺ മെനി സ്റ്റോറീസ് അബൌട്ട് ഹർ. ഞാൻ പിന്നീട് ഒരു ക്യാരക്ടറെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് കഥാപാത്രങ്ങളെ കൂടി ഉണ്ടാക്കി. ആൻഡ് ദസ് ഫാത്തിമ ഷെയ്ഖ് കെയിം ഇൻ ടു ബി. അങ്ങനെയാണ് ഫാത്തിമ ഷെയ്ഖ് ഉണ്ടാക്കി വന്നത്. ദ സ്റ്റോറി സ്പ്രെഡ്. ഈ കഥ പരന്നു. ദോസ് ഹു നീഡഡ് ദിസ് നറേറ്റീവ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ പർപ്പസ് ആംപ്ലിഫൈഡ് ഇറ്റ്. ഇങ്ങനൊരു കഥാപാത്രത്തെ, പേരെന്താണ്, ഫാത്തിമ ഷെയ്ഖ്, മുസ്ലിം ക്യാരക്ടറാണ്. ഇങ്ങനൊരു കഥാപാത്രത്തെ ആവശ്യമുണ്ടായിരുന്നവർ അതിനെ രാഷ്ട്രീയ കാരണങ്ങളാൽ വലിയ തോതിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് പറയാണ് ഇതൊന്നുമില്ല, ഈ കാലഘട്ടത്തിലുള്ള ആളുകളെക്കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ട് അംബേദ്കറുടെ പുസ്തകത്തിൽ പോലും പേര് ഞാനങ്ങ് ഉണ്ടാക്കി. എന്നിട്ട് നോ മുസ്ലിം സ്കോളർ റെഫറൻസ് ദിസ് നെയിം അൻറ്റിൽ 15 years ago. 15 വർഷം മുമ്പ്
ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഫാത്തിമ ഷേഖിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ ഈ ക്യാരക്ടറിനെ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഫാത്തിമ ഷേഖിനെ കുറിച്ച് അവർ പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞ് പോകുന്നു. എന്നിട്ട് പറയാണ്, പ്ലീസ് റിഫ്രെയിൻ ഫ്രം ഡിഗിങ് അപ്പ് മൈ ഓൾഡ് ട്വീറ്റ്സ്, ഫേസ്ബുക്ക് പോസ്റ്റ്, ആർട്ടിക്കിൾസ് ഓർ വീഡിയോസ്. പണ്ട് ഞാൻ ഫാത്തിമ ഷേഖിനെ കുറിച്ച് ഉണ്ടാക്കിയ 20 വർഷം മുമ്പുണ്ടാക്കിയ ട്വിറ്ററിലെ ഫേസ്ബുക്കിലെ വീഡിയോസ് ഒന്നും നിങ്ങൾ ഇനി കുത്തിപ്പൊക്കരുത്. ഐ ഹാവ് മെൻഷൻ ഫാത്തിമ ഷെയ്ഖ്സ് നെയിം ദ മോസ്റ്റ്. ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ പേരുണ്ടാക്കി പ്രചരിപ്പിച്ചത്. ഐ അഡ്മിറ്റ് ഇറ്റ്. ഞാൻ ഇതുകൂടി പറയുന്നു, ഞാൻ എൻ്റെ തെറ്റു പറയുന്നു. ബട്ട് ഷീ നെവർ എക്സിസ്റ്റഡ്. അവർ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇതാണ് മണ്ഡലിൻ്റെ പോസ്റ്റ്. ഇനി ഫാത്തിമ ഷെയ്ഖ് ആരായിരുന്നു എന്ന് പറയാം. ഫാത്തിമ ഷെയ്ഖിനെ കുറിച്ച് ചിത്രമുണ്ട് വിക്കിപീഡിയയിൽ. അതായത് ദീപക് മണ്ഡൽ അദ്ദേഹം ഉണ്ടാക്കിയ ആൾ, ദിലീപ് മണ്ഡൽ ഇങ്ങനെ കൃത്രിമമായി വ്യാജമായി ഉണ്ടാക്കിയ ഒരു ബിംബം, അതിൻ്റെ ചിത്രം വിക്കിപീഡിയയിലുണ്ടായിരുന്നു. വിക്കിപീഡിയ ഫാത്തിമ ഷേഖിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഇന്ത്യൻ അധ്യാപികയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ഫാത്തിമ ഷേഖ്. ജനുവരി 9, 1831 ജനിച്ചു. അവർ സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവു ഫൂലെ, സാവിത്രിബായി ഫൂലെ എന്നിവരുടെ സഹപ്രവർത്തകയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ അധ്യാപികയായി അവർ പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ ഫാത്തിമ ഷെയ്ഖിൻ്റെ ജനന തീയതി ഉൾപ്പെടെ വിക്കിപീഡിയയിൽ വന്നു. വിക്കിപീഡിയ അറിയാലോ, ഓപ്പൺ സോഴ്സാണ്, ആർക്ക് വേണമെങ്കിലും എന്തും എഴുതി ചേർക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനും ഫാത്തിമ ഷെയ്ഖ് എന്നുള്ള കഥാപാത്രം ഉണ്ടായി എന്നതിന് ദിലീപ് മണ്ഡൽ പറയുന്നു, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ആവശ്യമായിപ്പെട്ടു. എന്താവശ്യപ്പെട്ടു? ഇങ്ങനത്തെ മുസ്ലിം ക്യാരക്ടറിനെ വേണമായിരുന്നു. കാരണം മഹാരാഷ്ട്രയിൽ അടക്കം BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുന്നു. ആ മുന്നേറ്റത്തെ പ്രതിരോധിക്കണം. ദളിതരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ഐക്യം ആവശ്യമാണെന്നാണ് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നത് ദളിത് മുസ്ലിം ഐക്യം, പിന്നെ കുറച്ചുകൂടെ വിപുലീകരിച്ച് ദളിത് മുസ്ലിം യാദവ് ഐക്യം എന്ന് പറയുന്നു. ഇതിന് എണ്ണ ഇട്ട് കൊടുക്കാൻ, ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി ഒരു പത്രാധിപർ ഉണ്ടാക്കിയ വ്യാജ കഥാപാത്രമാണ് ഫാത്തിമ ഷെയ്ഖ് എന്ന് അയാൾ തന്നെ കുമ്പസാരിക്കുന്നു. എവിടെ? എക്സിൽ കുമ്പസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല. ഇനി ഇദ്ദേഹം പറയുന്ന പേരുണ്ടല്ലോ, സാവിത്രിറാവു ഫൂലെ, ജ്യോതിറാവു ഫൂലെ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ്റെ ഭാര്യയായിരുന്നു സാവിത്രിബായി ഫൂലെ. അധ്യാപികയായിരുന്നു, വലിയ സാമൂഹ്യ പ്രവർത്തകരായിരുന്നു. അവരെന്ത് ചെയ്തു? അവിടുത്തെ മഹാരാഷ്ട്രയിലെ അടക്കം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് ദളിതരുടെ മോചനത്തിനായി, ദളിത് സ്ത്രീകളുടെ മോചനത്തിനായിട്ട് പ്രവർത്തിച്ചു. എന്ത് ചെയ്തു? അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ ചമാർ, മഹർ, മാങ്ക് തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു. സ്കൂളുകൾ തുടങ്ങി, അവരെ പഠിപ്പിച്ചു. ആ സ്കൂളൊക്കെ പൂട്ടിപ്പോയി. പിന്നെ എന്ത് ചെയ്തു? ആദ്യമായി ഗേൾസ് സ്കൂൾ തുടങ്ങി. സത്യശോധക് സമാജ് എന്നൊരു സംഘടന ഉണ്ടാക്കി സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ദളിത് സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ജ്യോതിറാവു ഫൂലെയും സാവിത്രിബായി ഫൂലെയും, ഭർത്താവും ഭാര്യയും. അവർ സവർണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. സവർണരായ ആളുകൾ ഏറ്റവും അധസ്ഥിതരായ പിന്നാക്കക്കാരുടെ മോചനത്തിന് വേണ്ടി, ദളിതരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ട് മാത്രമല്ല, അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് വിധവാ വിവാഹങ്ങൾ നടത്തി. വിധവകളെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്ന കാലം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അനാഥാലയങ്ങൾ നടത്തി. അങ്ങനെ സമൂഹ വിവാഹങ്ങൾ നടത്തി. അങ്ങനെ ദളിതരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി സവർണ വിഭാഗത്തിൽപ്പെട്ട ഫൂലെ ദമ്പതിമാർ, ജ്യോതിറാവു ഫൂലെയും സാവിത്രിബായി ഫൂലെയുമാണ് വർക്ക് ചെയ്തത്. ഇതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ അവർക്ക് മികച്ച സാമൂഹ്യ പ്രവർത്തകർക്കുള്ള അവാർഡ് കൊടുത്തത്. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഫൂലെ ദമ്പതികൾ എന്ത് ചെയ്തറിയാമോ? വീട്ടിൽ നിന്ന് പുറത്താക്കി. അവർ താമസിച്ച വീട്ടിൽ നിന്ന് പുറത്താക്കി. സാവിത്രിബായി ഫൂലെ ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? മറ്റ് ഈ ജാതീയതയെ സഹായിക്കുന്ന മറ്റ് സവർണ ജാതിക്കാർ ഇവരെ ചാണകം കൊണ്ടെറിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ബാഗിൽ എപ്പോഴും 1-2 സാരി അധികം കരുതുമായിരുന്നു. ഡ്രസ്സ് ചീത്തയായാൽ മാറും. അങ്ങനെ ഈ ഒരു നറേറ്റീവില്ലേ, സവർണ വിഭാഗത്തിൽപ്പെട്ട ആരും ദളിതരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു നറേറ്റീവ് തകർക്കുന്നതാണ് സാവിത്രിബായി ഫൂലെയുടെയും ജ്യോതിറാവു ഫൂലെയുടെയും പ്രവർത്തനങ്ങൾ. അതിൻ്റെ തുടർന്ന് ഇവരുടെ ഇടപെടൽ കൊണ്ട് ആ പ്രദേശത്തെ മഹാരാഷ്ട്രയിലെ ഉൾപ്പെടെയുള്ള
അല്ലെങ്കിൽ ദളിതർ പീഡനം അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രദേശങ്ങളിലാകെ സംസ്ഥാനത്തിൻ്റെ അതിരുകൾ കടന്ന് വലിയ തോതിൽ ദളിതരുടെ മോചനത്തിന് വേണ്ടിയുള്ള, ദളിത് സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയുള്ള, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി സവർണ ഹിന്ദുക്കൾക്കിടയിലും ഒരു മനംമാറ്റം ഉണ്ടായി. അപ്പോൾ ഈ ദളിതുകളുടെ മോചനം എന്ന് പറയുന്നത് മുസ്ലിമുകളും ദളിതുകളും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ സംഭവിക്കൂ എന്നുള്ള സ്റ്റോറി നാരേറ്റീവ് പൊട്ടി. അപ്പോഴാണ് ദിലീപ് മണ്ഡൽ ഫാത്തിമ ഷെയ്ഖിനെ ഉണ്ടാക്കിയത്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഷെയ്ഖ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഈ പ്രദേശത്തൊക്കെ വിദ്യാഭ്യാസം, ദളിത് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായി പ്രവർത്തിച്ചത്. അവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം അധ്യാപിക എന്ന് പറഞ്ഞ് ഈ സാവിത്രിബായി ഫൂലെയും ജ്യോതിറാവ് ഫൂലെയും തമസ്കരിക്കാൻ, അവരെ ചെറുതാക്കാൻ അവരൊന്നും അല്ല ചെയ്തത്. ഫാത്തിമ ഷെയ്ഖാണ് ഈ ആദ്യമായി ദളിതരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. പേര് ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പേര് ശ്രദ്ധിക്കണം. ദളിതരുടെ മോചനത്തിന് വേണ്ടി ആദ്യം രംഗത്തിറങ്ങിയത് ആരാണ്? ഫാത്തിമ ഷെയ്ഖാണ്, ഒരു മുസ്ലിമാണ്. അതുകൊണ്ട് ദളിതരുടെ മോചനം എന്ന് പറയുന്നത് മുസ്ലിമുകൾക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു കടമയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ടാക്കി? ദിലീപ് മണ്ഡൽ ഉണ്ടാക്കിയ കഥാപാത്രമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയമായ ആവശ്യമുണ്ടായിരുന്നു, സാഹചര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ക്യാരക്ടറിനെ ഉണ്ടാക്കി. തമാശ അതല്ല സിനു. JNUവിൽ ഒരുപാട് പേർ, പോപ്പുലർ ഫ്രണ്ടുകാരും സഖാക്കന്മാരും SFIക്കാരും ഫാത്തിമ ഷെയ്ഖിനെ കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇല്ലാത്ത ഒരാളെ കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയല്ലേ? അല്ല, നമ്മൾ ചിരിച്ചു. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ചരിത്രത്തെ വക്രീകരിക്കാൻ മാത്രമല്ല, ഇല്ലാത്ത ചരിത്രമുണ്ടാക്കി നിലവിലുള്ള ചരിത്രത്തെ തമസ്കരിക്കാനും രാഷ്ട്രീയമായി മുസ്ലിം ഐഡൻറ്റിറ്റിയാണ് ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമെന്ന് സ്ഥാപിക്കാനും വേണ്ടി മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ്. അത് ചെയ്ത പത്രാധിപർ, ഏതിൻ്റെ പത്രം? ദ പ്രിൻറ്റിൻ്റെയും ഇന്ത്യ ടുഡേയുടെയും പത്രാധിപരായിരുന്ന ദിലീപ് മണ്ഡൽ ഇപ്പോൾ തൻ്റെ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് കുമ്പസാരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ പേരിൽ, ഈ ഫാത്തിമ ഷെയ്ഖിൻ്റെ പേരിൽ ഡോക്ടറേറ്റ് എടുത്തവരാരായി? ഫാത്തിമ ഷെയ്ഖ് അവരാണ് ഇന്ത്യയിലെ ദളിതരുടെ മോചനത്തിന് വേണ്ടി പണിയെടുത്ത മുസ്ലിം വനിത എന്ന് നാട് മുഴുവൻ പ്രസംഗിച്ചവരെന്ത് പറയൂ ഇനി? അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് വേണ്ടി അവരാണ് ഇന്ത്യയെ ഉണ്ടാക്കിയത്. പറയുന്നില്ലേ, വഖഫാണ് ഇന്ത്യ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ എല്ലാ മെച്ചങ്ങൾക്കും കാരണം മുസ്ലിം ഇടപെടലുകളാണ്. അല്ലെങ്കിൽ അധസ്ഥിത ദളിത് വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ മുസ്ലിമുകളെ ഉള്ളൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു നാരേറ്റീവ് ഉണ്ടാക്കി. അത് ഞാൻ മനഃപൂർവ്വം, നോവിംഗ്ലി മേടിച്ചെന്നാണ് പറയുക, അറിഞ്ഞുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കി. എന്തുകൊണ്ട്? ആ കാലവും ആ സമയവും അത് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഇതൊക്കെ ഉണ്ടാക്കിയെങ്കിലും അയാളുടെ ലക്ഷ്യം നടന്നില്ല. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ പടർന്ന് പന്തലിച്ചു. ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നാക്കക്കാരും ദളിതരും ഇന്ന് BJPയുടെ കൂടെയാണ്. ഏറ്റവും കൂടുതൽ ദളിത് MPമാർ, ഏറ്റവും കൂടുതൽ OBC MPമാരുള്ള പാർട്ടി BJP ആണ്. പക്ഷേ ഇതിനെ തകർക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ എന്തൊക്കെ ചെയ്തു? അവർ BJPയെ തകർക്കാനല്ല, ഹിന്ദു ഐഡൻറ്റിറ്റിയെ തകർക്കാൻ, അല്ലേ? ഹിന്ദു ഒന്നാണ്, ദളിതർ ഉൾപ്പെടെ, ദളിതർ മുതൽ ബ്രാഹ്മണർ വരെ ഹിന്ദുക്കളാണെന്നുള്ള ആ പൊതുബോധം തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന അട്ടിമറിയുടെ, കള്ളക്കഥകളുടെ, കള്ളക്കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നതിൻ്റെ ക്ലാസിക് തെളിവാണ് ദിലീപ് മണ്ഡലിൻ്റെ കുമ്പസാരം. എത്ര ക്രിയാത്മകമായിട്ട് ഇതിനൊക്കെ ചിത്രീകരിച്ചല്ലേ? പക്ഷേ ഒരൊറ്റ മാധ്യമത്തിൽ ഇത് വാർത്തയല്ല. അതുകൊണ്ടാണ് നമ്മളിത് പ്രേക്ഷകരെ അറിയിക്കുന്നത്. അപ്പോൾ വാർത്തകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ്, ചരിത്രം ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇല്ലാത്ത വ്യക്തികൾ ചരിത്ര പുരുഷന്മാരായി വരുന്നതും ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിലും ഒരു വലിയ ചരിത്ര പുരുഷനെ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. 1921 നൂറുകണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ഒരു നരാധമനെ. പക്ഷേ സംഘടിതമായി ചരിത്രം പറഞ്ഞ് അനുഭവ സാക്ഷ്യങ്ങളുമായി നേരിട്ടപ്പോൾ അയാളുടെ 100ാം വാർഷികം നടന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.